ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ ഇസ്രയേലിനെതിരെ ആഞ്ഞടിച്ച കൊളംബിയൻ പ്രസിഡന്റിനെ ചുംബിച്ച് ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡ സിൽവ. ഇസ്രയേലിനെ നവനാസികളെന്നാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോ വിശേഷിപ്പിച്ചത്. പലസ്തീന്റെ മോചനത്തിനായി ഏഷ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര സേന രൂപീകരിക്കണമെന്നും ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കപ്പലിനെയും പോകാൻ അനുവദിക്കരുതെന്നും ഗുസ്താവോ പെഡ്രോ പറഞ്ഞു. അതിന് പിന്നാലെയാണ് ലുലാ ഡ സിൽവ കൊളംബിയൻ പ്രസിഡന്റിന്റെ സീറ്റിനരികിലെത്തി അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് തലയിൽ ചുംബിച്ചത്. കൊളംബിയൻ പ്രസിഡന്റിന്റെ പരാമർശങ്ങളോടുള്ള ഐക്യദാർഢ്യപ്പെടലിന്റെ അസാധാരണമായ പ്രകടനമാണ് ബ്രസീൽ പ്രസിഡന്റിന്റെ ചുംബനം വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് പെഡ്രോ തന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞു. പലസ്തീനിൽ നടക്കുന്നത് ഹോളോകോസ്റ്റിന് സമാനമായ സംഭവങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊളംബിയൻ പ്രസിഡന്റിനെ പിന്തുണച്ചുകൊണ്ടുള്ള ലുലയുടെ ചുംബനം പലസ്തീനിൽ നടക്കുന്ന ക്രൂരതയിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധ വീണ്ടും എത്താനും കാരണമായി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തിരുന്നു. ഗാസയിൽ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് നെതന്യാഹു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പറഞ്ഞു. നെതന്യാഹു പ്രസംഗിക്കാനായി വേദിയിൽ കയറിയതോടെ കൂക്കിവിളികളുണ്ടായി. നിരവധി UN പ്രതിനിധികൾ നെതന്യാഹുവിന്റെ പ്രസംഗത്തിനിടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഗാസയിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഭ്രാന്തമായ നീക്കമാണെന്നുമാണ് നെതന്യാഹു പൊതുസഭയിൽ പറഞ്ഞത്. ഗാസയിലെ ജനങ്ങളെ ഇസ്രയേൽ മനഃപൂർവ്വം കൊടിയ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നുവെന്ന ആരോപണങ്ങളും നെതന്യാഹു നിഷേധിച്ചു. ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നുണ്ടെന്നും ഹമാസ് ഭക്ഷണവും അവശ്യ സാധനങ്ങളും മോഷ്ടിച്ച് പൂഴ്ത്തിവെക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഗാസയിൽ പട്ടിണി ഉണ്ടാകുന്നതെന്നും നെതന്യാഹു പറഞ്ഞു.